ഫോട്ടോഗ്രാഫി ഓരോ കാലഘട്ടത്തിലും മാറുന്നുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു 80s നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഫിലിം ക്യാമറയിൽ ഫോട്ടോ എടുക്കുക, ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം, അതിൽ തന്നെ റീടച്ച് ചെയ്യാൻ പഠിക്കണം. ഈ സാധനം പ്രിന്റ് അടിച്ച് നോക്കിയാലാണ് ഇതിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടുന്ന് പിന്നെ SLR വന്നു, DSLR വന്നു, മിറർലെസ് വന്നു. ഇത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് മിറർലെസ്സിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതല്ല. ഇപ്പോഴും ആൾക്കാർ ഫണ്ടമെന്റൽസ് ബേസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ റെലവന്റ് അല്ലാത്ത കേസുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ മീറ്ററിംഗ് മോഡ്സ്. നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഞാനൊക്കെ ഒരു 10 കൊല്ലം മുന്നേ ഈ സാധനം മീറ്ററിംഗ് മോഡ്സ് എന്താണ്, സെൻട്രൽ വെയ്റ്റഡ് ആവറേജ് മീറ്ററിംഗ്, സ്പോട്ട് മീറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ ടെക്നിക്കലായിട്ട് പഠിച്ചത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്യാമറയുടെ ബാക്കിൽ മോണിറ്ററിൽ കാണാൻ പറ്റും എന്താണ് എക്സ്പോഷർ എന്നും എന്താണ് വൈറ്റ് ബാലൻസ് നമുക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ കാണാം. പണ്ട് ഇത് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ടെക്നോളജി. അപ്പോൾ ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയിലും മാറ്റം വരണം. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ നേരം കളയുക എന്നുള്ളതാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാവാൻ പോണല്ലോ.